ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഞാൻ കുറേ ദിവസമായി ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ട്, അപ്പം ഇന്ന് കുറച്ച് നല്ല രീതിയിൽ പ്രൊഡക്റ്റീവ് ആക്കണം എന്നൊരു മൈൻഡ് സെറ്റോടെയാണ് ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റത്. ഇപ്പൊ കോളേജിലെ ക്ലാസ് വെറും 2 hour മാത്രമേ ഉള്ളൂ. ബാക്കി ടൈം അത്രയും വീട്ടിൽ തന്നെയാണ്. സോ ഈ വീട്ടിൽ ഇരുന്ന് തന്നെ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ടായാലും കുറച്ച് പ്രൊഡക്റ്റീവ് ആക്കണം എന്നുള്ള മൈൻഡ് സെറ്റിലാണ് ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ്. അപ്പൊ ബ്രഷ് ഒക്കെ ചെയ്തതിന് ശേഷം ഈ ഒരു ക്ലെൻസറൊക്കെ യൂസ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്തു. പിന്നെ എൻ്റെ പണ്ട് പോലെ എൻ്റെ വ്ളോഗൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം, എനിക്കിങ്ങനെ പുറത്തിരുന്നിട്ടോ അല്ലെങ്കിൽ ഇതാ ജനലിക്കൂടെയൊക്കെ ഇങ്ങനെ പുറത്തെ കാഴ്ചയൊക്കെ കണ്ടു നിൽക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതാ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ മുഖത്ത് നല്ല രീതിയിൽ കുറെ കുരുവൊക്കെ വന്നു. അതിനി എന്ന് പോകുന്ന ഓർത്തിട്ട് ഞാൻ ഇങ്ങനെ നോക്കി നോക്കി വിഷമിക്കായിരുന്നു. ഇനി അടുത്ത ഏറ്റവും മസ്റ്റായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് രാവിലെ ഈ വെള്ളം കുടിക്കുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിലും ഞാൻ രാവിലെ കുറെ വെള്ളം കുടിക്കും. ഇനി ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് ഒന്ന് പ്രൊഡക്റ്റീവ് ആണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്കിപ്പോൾ വലുതായിട്ട് ക്ലാസ് ഒന്നുമില്ല. ആകപ്പാടെ കോളേജ് ടൈം 2 hour മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ വെറുതെ വീട്ടിൽ തന്നെയാണ്. പഠിത്തത്തിന്റെ കാര്യമാണെങ്കിലും എനിക്ക് ഫെബ്രുവരിയിലാണ് യൂണിവേഴ്സിറ്റി എക്സാം. അതുകൊണ്ട് തന്നെ ഒരു ജാനുവരി ഒക്കെ ആകുമ്പോൾ പഠിച്ചു തുടങ്ങുന്നതാണ് ആലോചിക്കുന്നത്. അപ്പൊ അതുവരെ ലിറ്ററലി വലിയ പരിപാടി ഒന്നുമില്ല. അപ്പൊ ഫുൾ ടൈം ഫോണിലല്ലാണ്ട് കുഞ്ഞു കുഞ്ഞു എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് ഒന്ന് പ്രൊഡക്റ്റീവ് ആവണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോ ഒക്കെ ചെയ്തതിന് ശേഷം എന്റെ സ്റ്റഡി ടീമിൽ നല്ല രീതിയിൽ അലമ്പായിട്ടുണ്ട്. അപ്പൊ അതൊന്ന് റീഅറേഞ്ച് ചെയ്ത് വെക്കലാണ് എന്റെ ഫസ്റ്റത്തെ ടാസ്ക് എന്ന് പറയുന്നത്. എൻ്റെ വീഡിയോസ് കാണുന്ന ആർക്കെങ്കിലും ഈ ഓവർ തിങ്കിങ് അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സ് ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഇതുപോലെ പോസിറ്റീവ് നോട്ട്സ് എഴുതുന്നത്, അതിൽ നിന്ന് നമുക്ക് കുറച്ചെങ്കിലും കുറച്ചേറെയെങ്കിലും നമുക്ക് അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ലതാണ്. ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു ദിവസമല്ല, ഡെയിലി എന്തെങ്കിലും ഒരു സെന്റൻസ് എങ്കിലും പോസിറ്റീവായിട്ട് എഴുതി നോക്കുന്നത് ഭയങ്കര നല്ലതാണ്. അതിനുശേഷം ചെരുപ്പൊക്കെ ഒന്ന് നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ചില ചെരുപ്പൊക്കെ കളയാനുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് വേണ്ടാത്തൊക്കെ മാറ്റി വെച്ചിട്ട് എനിക്ക് വേണ്ട കുറെ ചെരുപ്പൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചു. അതിലെനിക്ക് കുറച്ച് ഇഷ്ടമുള്ള എൻ്റെ 3 ചെരുപ്പ് കാണിച്ചു തരാം. ഈ ഒരു വൈറ്റ്, പിന്നെ ഈ ഒരു പീച്ച് കളർ, പിന്നെ ഈ ഒരു ബ്ലാക്ക്. ഈ 3 ചെരുപ്പും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വീഡിയോ കാണുന്ന നിങ്ങൾക്കും എവിടെയെങ്കിലൊക്കെ കണ്ട് പരിചയം കാണും, കാരണം ഇത് സ്റ്റുഡിയോന്ന് മേടിച്ചാണ്. അപ്പൊ എന്തായാലും പരിചയം ഉണ്ടാവും. അപ്പൊ അതൊക്കെ എടുത്തു വെച്ചു, സെറ്റാക്കി. അപ്പൊ ഇതൊക്കെ ചെയ്തായപ്പോഴേക്കും നമുക്ക് കോളേജിൽ പോകാനുള്ള സമയമായി. കോളേജ് എനിക്ക് 2 to 4 ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പം അതിന് വേണ്ടിയുള്ള ബുക്സല്ല, ഒരു ബുക്കും പിന്നെ ടാബും അതന്നെ മതി. അപ്പൊ അതൊക്കെ എടുത്തു വെച്ചു. അപ്പോഴാണ് എൻ്റെ ബാഗിലിടുന്ന ഈ കീ ചെയിൻ പോയിട്ട് കുറേ ദിവസമായല്ലോ എന്ന് ഓർത്തത്. അപ്പൊ ഞാനത് മാറ്റിയിട്ട് പുതിയതൊരെണ്ണം എടുത്തു. ഇതും ഞാൻ മൈസൂർ പോയപ്പോൾ മേടിച്ചായിരുന്നു. ഭയങ്കര ക്യൂട്ടായിട്ടില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതുപോലത്തെ 2 എൻ്റെ വേറെ ഫ്രണ്ട്സിനും മേടിച്ചു കൊടുത്തു. അപ്പൊ ഞാൻ അത് ബാഗിലെടുത്തിട്ടു. ഇപ്പൊ കാണുമ്പോൾ ഒരു രസമുള്ള പോലെ തോന്നുന്നു, കൊള്ളാം. അപ്പൊ കോളേജിൽ പോകുന്നതിന് മുമ്പായിട്ട് ലഞ്ച് കഴിച്ചു. അപ്പൊ ഇതൊക്കെയായിരുന്നു ലഞ്ചിന് കഴിക്കാനുണ്ടായിരുന്നേ. അങ്ങനെ കോളേജിൽ എത്താനുള്ള സമയമായി. അപ്പൊ ഞാൻ യൂണിഫോം ഒക്കെ എടുത്തിട്ടു. പിന്നെ മസ്റ്റായിട്ട് ഐ ഡി കാർഡ് വേണം. അപ്പൊ ഐ ഡി കാർഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് റെഡിയായി. അപ്പോൾ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോഴാണ് എന്തോ ഒരു കുറവുണ്ടല്ലോ നോക്കിയത്. അപ്പോഴാണ് ഞാൻ കമ്മലിട്ടിട്ടില്ല എന്ന് മനസ്സിലായി. അപ്പം എൻ്റെ കമ്മലും പിന്നെ സെക്കൻഡ് സ്റ്റഡും എല്ലാം അതൊക്കെ എടുത്തിട്ടു. അങ്ങനെ കോളേജിലോട്ട് പോവാണ്. പിന്നെ മസ്റ്റായിട്ട് നമ്മുടെ ഈ പാലക്കാട് വേണ്ട ഒരു ഐറ്റമാണ് കൊട എന്ന് പറഞ്ഞിട്ട്. അതില്ലാണ്ട് ഇവിടെ പറ്റത്തില്ലാത്ത കുറച്ച് ഐറ്റംസിലൊന്നാണ്. അപ്പം അതൊക്കെ എടുത്ത് കോളേജിലോട്ട് പോവാണ്. അപ്പം ഞാനായിരുന്നു ഫസ്റ്റ് അവിടെ വന്നത്. എൻ്റെ ഫ്രണ്ട്സ് ആരും വന്നില്ല. അപ്പം ഞാൻ അവർക്ക് വേണ്ടി കുറേ നേരം വെയിറ്റ് ചെയ്തു. അപ്പോഴേക്കും ഒരാളെത്തി. അപ്പം ഞങ്ങൾ 2 പേരും കൂടെ ബാക്കിയുള്ളവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ അറ്റൻഡൻസ് ഒക്കെ കൊടുത്തതിന് ശേഷം നമുക്കൊരു പ്രൊജക്റ്റ് ചെയ്യാനുണ്ട്. അതെന്ന് പറയുന്നത് ബ്ലഡ് ഗ്രൂപ്പ് സ്റ്റഡി ആയിരുന്നു.
അപ്പൊ അതിനു വേണ്ടി ബ്ലഡ് ബാങ്കിൽ ചെന്നിട്ട് നമുക്ക് വേണ്ട ഡേറ്റാസ് എല്ലാം നമ്മൾ കളക്ട് ചെയ്തു. അപ്പൊ ഇനി അത് നമ്മൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യണം. അതായത് ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്, കോമൺ ആയിട്ടുള്ള ഏജ് ഏതൊക്കെയാണ്, കോമൺ ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്, പിന്നെ ഈ ഡോണേഴ്സിൽ ഏത് ജെൻഡറാണ് കൂടുതലായിട്ട് ഉള്ളത്, ഫീമെയിൽ ആണോ മെയിൽ ആണോ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അത് 3 മാസത്തെ സ്റ്റഡിയാണ്. അപ്പം നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് ഇനി ഇത് അനലൈസ് ചെയ്യലാണ് നമ്മുടെ പണി. അപ്പം ഓരോരുത്തരും ഓരോരോ ഡ്യൂട്ടിയാണ്. ചിലർ അവിടെ നിന്ന് ഏജിന്റെ കാര്യങ്ങൾ നോക്കുന്നു, ഒരാള് ജെൻഡർ. ഞാനിവിടെ ബ്ലഡ് ഗ്രൂപ്പ് ഏറ്റവും കോമൺ ഏതാണെന്നാണ്. അതിൽ ഞാൻ ബ്ലഡ് ഗ്രൂപ്പ് എയും ബിയും ആണ് നോക്കുന്നത്. എൻ്റെ ഫ്രണ്ട് എ ബിയും ഒയും നോക്കും. അപ്പൊ ഞാനത് ഓരോ മാസത്തിലെ കൗണ്ട് ചെയ്യാണ്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ 3 മാസത്തെ. സത്യം പറഞ്ഞാൽ നമ്മുടെ 3rd ഇയർ യൂണിവേഴ്സിറ്റി എക്സാം ജാനുവരിയിൽ നടക്കേണ്ടത് ഫെബ്രുവരിയിലേക്ക് മാറ്റി വെച്ചപ്പോൾ അപ്പം ഇട്ടതാണ് എലക്റ്റീവ് പോസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഈ ഒരു സംഭവം. അപ്പം അതിൽ കുറച്ച് പേർക്ക് ഫസ്റ്റ് ഇയർ സബ്ജക്റ്റ് കിട്ടി, ചിലർക്ക് 2nd ഇയർ സബ്ജക്റ്റ്, ചിലർക്ക് 3rd ഇയർ സബ്ജക്റ്റ്. അപ്പം എനിക്ക് 2nd ഇയറിൽ പെത്തോളജി കിട്ടിയപ്പോൾ ആദ്യം കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു, സീനാവോ, എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആവുമോ എന്നൊക്കെ. പക്ഷെ വന്നപ്പോൾ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കൊള്ളാം, നല്ല രസമുള്ള പോലെ എനിക്ക് തോന്നി. ഇതിപ്പോൾ ചെയ്യുമ്പോഴാണെങ്കിലും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. മേ ബി ചിലപ്പം ഇത് മാത്രം ഉള്ളതുകൊണ്ടായിരിക്കും. വേറെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമുക്കിപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടും കൂടി ആയിരിക്കണം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നമ്മളെല്ലാവരും നല്ല ആക്റ്റീവായിട്ട്, ഒരു മടുപ്പോ അങ്ങനെ ഒന്നും ഇല്ലാണ്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഒരു 50% നമ്മൾ കാര്യങ്ങളൊക്കെ സെറ്റാക്കി. ഇപ്പൊ നമ്മുടെ ഈ പ്രോജക്റ്റില് ഇൻട്രൊഡക്ഷൻ, എയിം, ഒബ്ജക്റ്റീവ്, റിസൾട്ട്, ഡിസ്കഷൻ, കൺക്ലൂഷൻ, അങ്ങനെ കുറെ ഹെഡിങ് ഉണ്ട്. അതിൽ ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന റിസൾട്ട് ആയിരുന്നു. അപ്പൊ ആ ഒരു പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ മാത്രമല്ല, എൻ്റെ വേറെ 2 ഫ്രണ്ട്സ് കൂടെ ഉണ്ട്. അപ്പൊ നമ്മൾ അത് ഓൾമോസ്റ്റ് സെറ്റാക്കി. ഇനി ബാക്കി ആൾക്കാരുടെയും കൂടെ ഇതായി കഴിഞ്ഞാൽ പ്രൊജക്റ്റ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവും. അപ്പൊ അതത്രയും ചെയ്തോടെ നമ്മൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അപ്പം ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പം ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോവാന്ന് ഓർത്തു ഫ്രണ്ട്സായിട്ട്. ഞാൻ കുറേ ദിവസമായി ഫ്രണ്ട്സൊക്കെ ആയിട്ട് പുറത്തു പോയിട്ട്. അപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോയിട്ട് വരാമെന്ന് ഓർത്തു. അപ്പം ഈ ഒരു ഔട്ട്ഫിറ്റാണ് ഇന്നത്തേക്ക് ഇടാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ഡ്രസ്സസൊക്കെ എടുത്തിട്ടു. നോക്കിയപ്പോൾ ഓക്കെ കുഴപ്പമില്ല, കൊള്ളാന്നൊക്കെ തോന്നി. അങ്ങനെ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മൾ തൊട്ടടുത്തുള്ള സ്ഥലത്ത് തന്നെയായിരുന്നു പോയത്. ജസ്റ്റ് അവിടെ നിന്ന് കുറച്ച് നേരം ജസ്റ്റ് എൻജോയ് ചെയ്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഫുഡായിട്ട് ഫ്രണ്ട്സൊക്കെ മന്തി ആയിരുന്നു കഴിച്ചിരുന്നത്. അപ്പോൾ എനിക്ക് ക്രിസ്മസിൻ്റെ നോയമ്പുള്ളതുകൊണ്ട് ഞാൻ വെജായിരുന്നു. അപ്പോൾ അവിടെ നിന്നൊക്കെ കഴിച്ചിറങ്ങി തിരിച്ചു പോന്നു. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു ഡേ. 8 ദിവസം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ പ്രൊഡക്റ്റീവ് ആക്കാൻ വേണ്ടി പറ്റി. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഹാപ്പി ആയിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.